الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ കണിശതയോടെ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ലഭിച്ചു എന്നതാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വണങ്ങി അവന്റെ പ്രവാചകനെ അനുധാവനം ചെയ്ത് വിശ്വാസം അതടിയുറച്ചുകൊണ്ട് ജീവിച്ച് പോകാനുള്ള ഒരു വഴിയിൽ നമ്മൾ എത്തി എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം നീങ്ങിപ്പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയുണ്ടാവണം എന്നതാണ്. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിനോട് സ്തുതി പറയണമെന്ന്. പടച്ചോനെ, ഈ വഴിയിൽ ജീവിക്കാൻ, ഈ വിശ്വാസത്തിൽ അകപ്പെട്ടുകൊണ്ട് നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ അംഗീകരിച്ചുകൊണ്ട് നിനക്ക് ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു വഴി എനിക്ക് നീ കാണിച്ചു തന്നതിന് നിന്നോട് സ്തുതി പറയുന്നു പടച്ചോനെ. നീ ഈ വഴി കാണിച്ചു തന്നില്ലെങ്കിൽ മറ്റൊരാളും എനിക്ക് വഴി തുറന്നു തരാനില്ല എന്നതുകൊണ്ട് തന്നെ അത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു റബ്ബേ എന്ന്. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു നല്ല വഴിയിലാണ്. ആ വഴിയെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. നമ്മളിപ്പോ നല്ല വഴിയിലാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആ വഴിയിൽ കടന്നു വരാനുള്ള അവസരം പാകപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. നമ്മുടെ ബാധ്യതയാണ്. പലപ്പോഴായി പലതായ രീതിയിൽ ആ വഴിയെ കൊട്ടിയടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആ വഴി മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന, അതിനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ധാരാളമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഓരോ പ്രവാചകന്മാരും വെട്ടിത്തെളിച്ചു തന്ന പാതയാണിത്. ഇസ്ലാഹിന്റെ പാതയാണത്. നേർവഴിയുടെ, നന്മയുടെ പാതയാണത്.
ആ വഴിയിൽ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണമെന്നതാണ് വഴി എളുപ്പമായ ഈ വഴിയിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മുടെ ഉത്തരവാദിത്തം. മഹാനായ പ്രവാചകന്മാർ ഷുഐബ് നബിയുടെ ഒക്കെ ജീവിത ചരിത്രത്തിലൂടെ ഖുർആൻ പറയുമ്പോൾ പോലെ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഈ വഴിയിൽ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എനിക്ക് കഴിയും പോലെ നന്മ ചെയ്യാൻ, എനിക്ക് കഴിയും പോലെ സൽക്കർമ്മം ചെയ്യാൻ, ആ പാത വെട്ടിത്തെളിക്കാൻ, മറ്റുള്ളവർക്ക് ആ പാതയിലൂടെ കടന്നു വരാനുള്ള വഴിയൊരുക്കാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എനിക്കതിനുള്ള തൗഫീഖ് പടച്ചവനിൽ നിന്നാണ് എന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, എന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് നമ്മളിലും ഉണ്ടാവണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ ഈ വഴിയിലേക്ക് ആളുകളെ പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ, ഇതിനെ ചീത്തയാക്കുന്ന, ഇതിനെ നശിപ്പിക്കുന്ന, ഇതിനെ മോശമായി കാണുന്ന ആളുകളിൽ നിന്ന് അതിനെയൊക്കെ പേർത്തെടുത്തുകൊണ്ട് നല്ല വഴിയിലേക്ക് ഇനിയും സമൂഹത്തിന് കടന്നു വരാനുള്ള വഴിയൊരുക്കേണ്ട ബാധ്യത ഹിദായത്ത് ലഭിച്ച എന്റെയും നിങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ്. അത് നമ്മൾ ഗൗരവമായി കാണുകയും ചെയ്യണം. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഇത് ഏറ്റവും നല്ല പാതയാണ്. പ്രവാചകന്മാർ വെട്ടിത്തെളിയിച്ച പാതയാണ്. അത് നല്ല പാതയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ വഴിയിലേക്ക് പ്രവേശിച്ചു. നമ്മളും ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഇത്തരം മുൻഗാമികളായ പ്രവാചകന്മാർ തൊട്ടിട്ടുള്ള ഓരോരുത്തരും അവർ നിർവഹിച്ച ത്യാഗസന്നദ്ധതയാണ്, അവർ നിർവഹിച്ചിട്ടുള്ള വഴി തുറക്കലാണ്. അവർ ഈ മാർഗത്തിലേക്ക് ജനങ്ങളെ സദുപദേശത്തോടെ, സദ്ഗുണത്തോടെ, ഗുണകാംക്ഷയോടെ ഇത് തുറന്നും പറഞ്ഞും പഠിപ്പിച്ചും കൊണ്ടതാണ്, അതുകൊണ്ട് ലഭിച്ചതാണ്. അങ്ങനെയുള്ള വഴി, ആ രീതിയിൽ ഇതിനെ ഏറ്റവും നല്ല മാർഗം തുറന്നു തന്നതിനെ നമ്മളായി കേടുവരുത്തരുത്. വലാ തുഫ്സിദൂ ഫിൽ അർള്, കുഴപ്പമുണ്ടാക്കരുത് ഒന്നിലും. വിശ്വാസത്തിലാവട്ടെ, ആചാരങ്ങളിലാവട്ടെ, അനുഷ്ഠാനങ്ങളിലാകട്ടെ, എല്ലാ പ്രവൃത്തിയിലും, അതിലെല്ലാത്തിലും അതിലൊന്നും കേടുവരുത്താതെ നമ്മളായി അതിനെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ എന്നതാണ്. നോക്കൂ, ഞാൻ ഓതി വെച്ച ആയത്ത് വമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, പടച്ച തമ്പുരാന്റെ ഈ മാർഗത്തിലേക്ക് ജനങ്ങളെ ഗുണദോഷിക്കുക, ഉപദേശിക്കുക, ഈ വഴി പറഞ്ഞുകൊടുക്കുക, ഇതിനേക്കാൾ മുന്തിയ വർത്തമാനം പറഞ്ഞവൻ ആരാണുള്ളത് എന്ന് പടച്ചോന്റെ ചോദ്യം. ഈ വാക്കുച്ചരിക്കുന്ന, ഈ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ഇതാണ് തനതായതും ശരിയായതും രക്ഷയുള്ളതുമായ വഴി. അതുകൊണ്ട് ഈ വഴിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉത്തമനായിട്ടുള്ളവർ ആരാണുള്ളത്? ഇത് ആരുടെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യതയാണ്. ഈ വഴിയിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മുടെ ബാധ്യതയാണ്. അവനേക്കാൾ ഉത്തമൻ ആരാണുള്ളത് എന്നാണ് പടച്ചോന്റെ ചോദ്യം. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, അവൻ എപ്പോഴും പറയും ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ പടച്ചവന്റെ ആളാണ്. ഏത് പ്രതിസന്ധിയും, ഏത് പരിഹാസവും, ഏതൊരവസ്ഥയിലായാലും ശരി, അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിമാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിമിന്റെ സ്വഭാവവും മുസ്ലിമിന്റെ പെരുമാറ്റവും ഒരു മുസ്ലിമിനുണ്ടാവേണ്ട ഗുണങ്ങളും എന്നിലുണ്ട്. അത് ഞാൻ പകർന്നുകൊണ്ടേയിരിക്കും. അതെന്റെ ജീവിതം കൊണ്ട് എന്റെ മക്കൾ കാണും, എന്റെ കുടുംബം കാണും, എന്റെ സമൂഹം കാണും. അവർക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആളുകൾക്കത് പറഞ്ഞു കൊടുക്കും. ഇതാണ് വഴിയെന്ന് പറഞ്ഞു കൊടുക്കാൻ അത്രത്തോളം നല്ല വാക്കുച്ചരിക്കുന്നവൻ, അവനേക്കാൾ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ ആരാണുള്ളത് എന്ന ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് അത് ആ ഒരു തെളിഞ്ഞ വഴി എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്നതാണ്. പ്രവാചകന്മാരുടെ വഴിയാണിത്. നോക്കൂ, നിങ്ങൾ ഓരോ പ്രവാചകന്മാരും നിർവഹിച്ച പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. അവർ നമുക്ക് വെട്ടിത്തെളിയിച്ചു തന്ന പാതയിലാണ് നമ്മളുള്ളത്. അവർ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ സൂചിപ്പിക്കുന്നത് കുന്തും ഖൈറ ഉമ്മ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഈ ഒരു പാതയിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നതും പ്രവാചകന്മാരുടെ പാത പിൻപറ്റി നിങ്ങൾ ജീവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം. അത് എക്കാലത്തും പറയാൻ പറ്റും. നമ്മളാണ് ഉത്തമ സമൂഹം. ഉഖ്രിജത് ലിന്നാസ്, നമ്മൾ വെറുതെ പറഞ്ഞയച്ചതല്ല.
ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. നമുക്കൊരുപാട് ബാധ്യതയുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ജനങ്ങൾക്ക് വേണ്ടി, ഒരുപാട് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉത്തമ സമൂഹമാണ് മനുഷ്യരെ നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ബാധ്യത നന്മ കൽപ്പിക്കലാണ്. വതൻഹൗന അനിൽ മുൻകർ, അതുപോലെ തന്നെ തിന്മ വിരോധിക്കലുമാണ്. ഇതൊരു ബാധ്യതയാണ്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ, സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ, ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ, ധാർമ്മികതയുടെ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയൊക്കെ നന്മയുള്ളവരാവുക, നന്മ കാണിച്ചു കൊടുക്കുന്നവരാവുക, നന്മയിൽ മുന്നിൽ നിൽക്കുന്നവരാവുക, നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാവുക. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. അവർ നിർവഹിച്ച ദൗത്യവും അതായിരുന്നു. അവർ ആദ്യം പഠിപ്പിച്ചത് വിശ്വാസമാണ്. എല്ലാവർക്കും മുമ്പിലും കറകളഞ്ഞ വിശ്വാസം പഠിപ്പിച്ചു. പിന്നീട് ആ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധാർമികതകളെ, അതിനെ ചോദ്യം ചെയ്തു, അതിനെ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി. ഓരോ പ്രവാചകന്മാരുടെ ജീവിതവും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം തിരിച്ചറിയണം, നമ്മുടെ ആദർശത്തെ തിരിച്ചറിയുക എന്നതാണ് അതിലൊന്നാമത്തത്. നമ്മളൊരു ആദർശത്തിലാണുള്ളത്. അതാ നമ്മുടെ ഏറ്റവും വലിയ വ്യതിരക്തത. ഒരുപാട് മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ ആ മുസ്ലിങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തരാകുന്നു? അതാണ് ഞാൻ എന്നെക്കുറിച്ച് പഠിക്കേണ്ടത്. എല്ലാവരും മുസ്ലിങ്ങളാണ്. പക്ഷെ മുസ്ലിങ്ങളൊക്കെയും പടച്ച തമ്പുരാൻ പറഞ്ഞ വഴിയിലാണോ ഉള്ളത്? അത് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കി, പ്രവാചക ചര്യ അടിസ്ഥാനമാക്കി ഒരു ആദർശത്തിൽ നിലകൊള്ളുന്നു. അതിന് പല സംഘടനകളും, ആ സംഘടനാ രീതിയും, അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും, അതുപോലെ തന്നെ അതിനൊക്കെ ഭാരവാഹികളും, അവരൊക്കെ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഘടനകളുണ്ടാകും. ഈ ഘടനകളൊക്കെ ഉണ്ടെങ്കിലും ആദർശമുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. അല്ലാഹുവിൽ കറകളഞ്ഞ വിശ്വാസമുണ്ടോ? ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു വിശ്വാസിക്ക്, ഒരു വിശ്വാസിനിക്ക് അവർക്കുണ്ടാവേണ്ട ബാധ്യത, അല്ലാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനോടൊപ്പം നിൽക്കുക എന്നത്. പിന്നെ സംശയം ഉണ്ടാകാൻ പാടില്ല. വലാ തകുൻ ലഹുമുൽ ഖിയറ, ഒരു തെരഞ്ഞെടുപ്പ് അവർക്ക്. അതൊക്കെ ആണെങ്കിലും, അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഇത് നമ്മളിപ്പോ ഇങ്ങനെയല്ലാതെ പറ്റുമോ? നമുക്ക് ഈ കാലത്ത് ഇങ്ങനെയല്ലേ? അത് ശിർക്കിന്റെ വിഷയത്തിൽ, സിഹിറിന്റെ വിഷയത്തിൽ, കണ്ണേറിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഒട്ടനവധി സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ, ആചാര, അനുഷ്ഠാന, മാനുഷികമായ എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെയുണ്ടോ അതൊക്കെയും, അതിലൊക്കെയും അല്ലാഹുവും റസൂലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലപ്പുറം ഒരുപാട് കിതാബുകളും, ഒരുപാട് പണ്ഡിതന്മാരുടെ വാക്കുകളും, ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും, അതൊക്കെ എത്ര അട്ടിയുണ്ടെങ്കിലും ശരി, ഖുർആൻ എന്ന ഈ 30 ജുസ്ഇന്റെ ഉള്ളിൽ ഒതുങ്ങാൻ പറ്റാത്തതാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയാണ് ഒരു വിശ്വാസിക്കുള്ളത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, അതിനെതിരായ എത്ര വലിയ കിതാബ് വന്നാലും, എത്ര വലിയ പണ്ഡിതൻ വന്നാലും അത് മാറ്റിവെക്കേണ്ട ബാധ്യതയാണ് അതാണ് ആദർശം എന്ന് പറയുന്നത്. ഈ ആദർശം ലഭിച്ചു എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ. പ്രവാചകന്മാർ ആ ആദർശത്തിൽ അടിയുറച്ചവരായിരുന്നു. ആ അടിയുറച്ച വിശ്വാസത്തിൽ നിലകൊള്ളാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഈ ആദർശത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ അതിന്റെ കമ്മിറ്റിയിലെയോ, അതിന്റെ ഭാരവാഹിത്വത്തിലെയോ, അതിന് അണികളായോ, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലൊക്കെ സഹകരിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ആയിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മതയുണ്ടാവണം എന്നതാണ്. മറ്റൊന്ന്, ഈ ലോകം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വിശ്വാസത്തെ എങ്ങനെയൊക്കെ മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള പിന്തിരിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാരും നസ്വാറാക്കളും അവരവരുടേതായ പ്രവർത്തനങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമം, അത് വിശ്വാസം ഈ ദീൻ തുടങ്ങുന്ന, ഈ പ്രവർത്തനം തുടങ്ങുന്ന അക്കാലം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ സൂചിപ്പിക്കുന്നത് വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. നിങ്ങൾ അറിയുവോ, നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദികളും നസ്വാറാക്കളും തൃപ്തരാവുകയില്ല റസൂലേ താങ്കൾ അവരെ പിൻപറ്റുന്നത് വരെ. അവരെ ഈ വിശ്വാസത്തിലേക്ക് താങ്കൾ കൊണ്ടുവരാൻ കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവർ തിരിച്ചാണ്. താങ്കൾ അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം,
അത് പിൻപറ്റുന്നത് വരെ അവർ തൃപ്തരാവൂല. വലൻ തർള അൻകൽ യഹൂദ വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. അതുകൊണ്ട് ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, ഇന്ന ഹുദല്ലാഹ്, അല്ലാഹുവിന്റെ ഹിദായത്ത് ഉണ്ടല്ലോ, ഹുവൽ ഹുദ, അതാണ് യഥാർത്ഥ ഹിദായത്ത്. അതിനെതിരെ എന്തൊക്കെ കാണിച്ചാലും, എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നാലും, എത്ര സമ്പത്തിന്റെ ബലമുണ്ടായാലും, ഏതൊക്കെ രസകരവും ഹരം കൊള്ളിക്കുന്നതുമായ ആചാരങ്ങൾ വന്നാലും ശരി, ഇല്ല, അത് യഹൂദ നസ്വാറ ഇങ്ങനെ തുടങ്ങി ഈ വിശ്വാസത്തിനെതിരെ, ഈ വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി മാറി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. റസൂൽ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് വിശ്വാസികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അവർ യഹൂദ നസാറാക്കളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ സംസ്കാരം നിങ്ങളുടെ വീട്ടിനകത്തേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വരും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നുവോ അതുപോലും നിങ്ങൾ ആ ഉടുമ്പിന്റെ മാളത്തിൽ തലയിടാൻ പോലും നിങ്ങൾ പരിശ്രമിക്കുമെന്ന് റസൂൽ പറഞ്ഞതാ. ഇന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും വിശ്വാസ മേഖലയിൽ പോലും, ഈ വിശ്വാസത്തെ കൃത്യമായി പ്രബോധനം ചെയ്യേണ്ടവർ പോലും ഇത്തരത്തിലുള്ള യഹൂദ നസ്വാറാക്കൾ കടത്തിക്കൂട്ടിയ ആദർശങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ പലതായ കിതാബുകളിലൂടെ കടത്തിയെടുത്ത് ഇത് ഇന്ന് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ അതും കാണേണ്ടതുണ്ട്. വലയിനിത്തബഅത അഹ്വാഅഹും, താങ്കളെങ്ങാനും ഈ ഇച്ഛക്കനുസരിച്ച്, അവരുടെ ഇച്ഛക്കനുസരിച്ച് താങ്കളെങ്ങാനും അതിലേക്ക് അകപ്പെട്ടു പോയാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് യഥാർത്ഥ വിജ്ഞാനം, വിവരം കിട്ടിയതിനു ശേഷം അത്തരത്തിലുള്ള ധാരയിലേക്ക്, വിശ്വാസത്തിലേക്ക്, ആചാരത്തിലേക്ക്, അനുഷ്ഠാനത്തിലേക്ക് പ്രവാചകരെ താങ്കളെങ്ങാനും പ്രവേശിച്ചാലും മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിങ്കൽ നിന്ന് താങ്കൾ ഒരു സഹായവും ഒരു രക്ഷയും താങ്കൾക്ക് കിട്ടില്ല എന്ന ബോധ്യം താങ്കൾക്കുണ്ടാവണം. ഗൗരവമാണ്. ഇതാണ് വിശ്വാസം, ഇതാണ് ആദർശം. ഈ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ വിശ്വാസി എന്ന നിലക്ക്, ആദർശ പ്രവർത്തകർ എന്ന നിലക്ക്, ഈ വിശ്വാസം തിരിച്ചറിയാൻ സൗഭാഗ്യം ലഭിച്ചവർ എന്ന നിലക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. മാത്രമല്ല, പ്രവാചകൻ അനുധാവനം ചെയ്ത് ജീവിക്കാൻ കഴിയണം. പ്രവാചകൻ പറഞ്ഞതാണോ, പ്രവാചകൻ പറഞ്ഞതായി ഖുർആനോട് യോജിച്ച കാര്യങ്ങളാണോ നമ്മൾ കേൾക്കുന്ന ഹദീസുകളൊക്കെയും എങ്കിൽ ഫലാ വറബ്ബിക്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ ഒരു തർക്ക വിഷയമുണ്ടായി, നിങ്ങൾക്കിടയിൽ ഒരു വിഷയമുണ്ടായി, ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ പ്രവാചകനായി തീരുന്നതുവരെ, പ്രവാചകനിൽ, വിശ്വാസത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞു തന്ന ഒരു വിഷയത്തിൽ ആ വിഷയം ഉൾക്കൊള്ളാനും, പ്രവാചകൻ പറയാത്തതും പ്രവാചകൻ ചൂണ്ടിക്കാണിക്കാത്തതും ഖുർആനെതിരായതുമായ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുകയും ആ വിഷയത്തിന് നമ്മൾ പാലിക്കണമോ, നമ്മളത് നിർവഹിക്കേണ്ടതുണ്ടോ, നമ്മളത് ആചരിക്കേണ്ടതുണ്ടോ, നമ്മളത് അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അത് അനുഷ്ഠിക്കാൻ എനിക്കുള്ള തെളിവ് അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചകന്റെ ചര്യയിലും, അങ്ങനെ ആ ഒരു വിധി അവിടെ ഉണ്ട് എങ്കിൽ അതിനപ്പുറം കടന്നാൽ അവിടെ ഫിമാ ശജറ ബൈനഹും, നിങ്ങൾ അവിടുത്തെ ഒരു തർക്ക വിഷയത്തിൽ, നിങ്ങൾക്കുണ്ടായ ഒരു വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ ഈ വിധി ഖുർആനിലും ഹദീസിലും ഉണ്ടായിരിക്കെ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത്, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആ റസൂലും ഖുർആനും വിധിച്ച ഒരു വിഷയത്തിൽ പിന്നെ ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല. കണ്ണൂക്ക് കഴിക്കണോ, ചാവടിയന്തരം, അങ്ങനെ തുടങ്ങി നമ്മളുടെ ജീവിതത്തിന്റെ ഇടയിലൂടെ മാല മൗലൂദുകൾ അടങ്ങി ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജീവിതത്തിനിടയിലൂടെ കടന്നു പോകുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഖുർആൻ എന്തു പറയുന്നു, റസൂൽ എന്തു പറയുന്നു, ഈ വിഷയത്തിൽ ദീനിന് എന്ത് തെളിവാണുള്ളത്? സമൂഹം പലതും ചെയ്യുന്നുണ്ട്. നാട്ടിലും കുടുംബത്തിലും കൂട്ടത്തിലും നമ്മുടെ വാപ്പമാരും കുടുംബങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു. അതൊക്കെ ചെയ്യുന്നവൻ ചെയ്യേണ്ടവനല്ല ഞാൻ എന്ന ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടാവണം. അങ്ങനെ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടെങ്കിൽ പിന്നെ സംശയമില്ലാതെ അതുമായി മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായി മാറും എന്ന കൃത്യമായ പഠനം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശം. ഈ ആദർശത്തിൽ അടിയുറച്ച് ജീവിതാന്ത്യം വരെ മുമ്പോട്ട് പോകുന്നവന് മാത്രമേ പടച്ച തമ്പുരാന്റെ അടുക്കൽ സ്വർഗമുള്ളൂ, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. ആ രീതിയിൽ വിശ്വാസത്തോടെ, ആ കറകളഞ്ഞ വിശ്വാസത്തോടെ, ഒരു തരത്തിലും നഷ്ടപ്പെടാതെ, തകർന്നു പോകാതെ
ആ വിശ്വാസം അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ആദർശനിഷ്ഠയോടെ ജീവിക്കുക എന്നത്, ആ ജീവിതം നമ്മൾ ഗൗരവമായി കാണേണ്ട ഒന്ന്. നമ്മളൊക്കെ ഇതിന്റെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വക്താക്കളാണ്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കുടുംബത്തിൽ ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിലും സംഘടനയിലും പള്ളികളിലും ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലകളിൽ ഞാൻ എന്ന വ്യക്തിത്വം, അത് പടച്ചോന്റെ വ്യക്തിത്വമാണ്. പടച്ചോൻ നമ്മെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് എന്നിൽ ഒരുപാട് ക്വാളിറ്റികളുണ്ട്. ഒന്നാമത് വിശ്വാസമാണ്. രണ്ടാമത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് മറച്ചു വെച്ചോ ഇതിന് കളങ്കം വരുത്തുന്ന ഒന്നോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. വളരെ കൃത്യമായി ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ സ്ഥാനത്തും ഈ രീതിയിലൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ അത് ബാധ്യതയാണ്. നമ്മളടങ്ങുന്ന സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ളവന്റെ ബാധ്യത. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. ഈ വഴിയിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച നിങ്ങൾ ജനങ്ങളോട് പലതും ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പലതും മറന്നുപോകുന്നുണ്ടല്ലോ. ഈ ഒരു ചോദ്യം ഗൗരവമാണത്, വളരെ ഗൗരവമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം, നമ്മൾ സത്യം കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ ഗൗരവമായി കാണേണ്ടത് സത്യം പറയലും കൽപ്പിക്കലും മാത്രമായി പോകരുത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. നമ്മുടെ ആരാധനാ കാര്യങ്ങളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ കുടുംബ വിഷയത്തിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, ഇതര സുഹൃത്തുക്കളും ഇതര സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാത്തിലും ഇത് പ്രകടിപ്പിക്കണം. അത് പ്രതിഫലിച്ച് കാണേണ്ടതുണ്ട്. ഒരു ഉറച്ച വിശ്വാസി, ഒരു പ്രവാചകന്റെ അനുധാവനം ചെയ്യുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൊടുന്ന മേഖലകളൊക്കെ ഏറ്റവും സ്തുത്യർഹമായ സേവനങ്ങളായിരിക്കും. ആളുകൾക്കത് ഇഷ്ടപ്പെട്ട ഒന്നായി മാറും. ആളുകൾക്കത് അംഗീകരിക്കാവുന്നത് ഒന്നായി മാറും. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഏറ്റവും പ്രഗത്ഭൻ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളായിരിക്കും. അതാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് നമ്മെ മറന്നു പോകരുത്. മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പകർന്നു കൊടുക്കുകയും വേദികൾ ഉണ്ടാക്കി കൊടുക്കുകയും സമ്മേളനങ്ങളും മറ്റു പരിപാടികളൊക്കെ നടത്തുകയും അതിനൊക്കെ മുമ്പിൽ നമ്മളുണ്ടാകും. ഈ വിശ്വാസികളുണ്ടാകും. നമ്മെ പ്രതീക്ഷിച്ച് പലരും വരും. അവരൊക്കെ ചിലപ്പോൾ മാറുകയും നമ്മുടെ ജീവിതത്തിനുള്ളിന്റെ ഉള്ളിൽ പലതും മോശമായി വരികയും ചെയ്തു എങ്കിൽ അത് കടുത്ത അപരാധമായി മാറും എന്നത് നാം മനസ്സിലാക്കണം. പരസ്പര സഹകരണവും സഹായവും സ്നേഹവും അത് അടിക്കടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ എന്തു വലിയ സ്നേഹത്തിലാണ്, എത്ര ഒട്ടി നിന്നുകൊണ്ടാണ്, തോളോട് തോളുരുമിയാണ്. ഒരു വെള്ളിയാഴ്ചയിൽ ഇങ്ങനെ പല കുടുംബത്തിലായി പല പ്രദേശത്ത് നിന്നായി ഇവിടെ വന്നിരിക്കുന്നവർ, ഇത് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയൊരു ഹിദായത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പല മതത്തിലും പല വിശ്വാസത്തിലും ഇതില്ല. പരസ്പരം കടിച്ചു കീറി തമ്മിൽ അടുക്കാതെ തൊടാതെ വ്യക്തി വിഷയത്തിൽ, അതുപോലെ തന്നെ വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ജാതിയുടെ, അങ്ങനെ സമ്പത്തിന്റെ ഒക്കെ പേരിൽ അകറ്റി നിർത്തപ്പെടുമ്പോൾ ഇല്ല, നമുക്കിടയിൽ വല്ലാത്ത സ്നേഹമുണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഈ വിശ്വാസത്തിന്റെ ഒന്നാണ്. റസൂൽ പറഞ്ഞില്ലേ, മതലുൽ മുഅ്മിനീൻ, വിശ്വാസത്തിന്റെ ഉദാഹരണം ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദിൽ വാഹിദ്. അവരുടെ ഇഷ്ടം, സ്നേഹം, അനുകമ്പ, ഈ വിഷയത്തിലൊക്കെ ഒരു ശരീരം പോലെയാണ് വിശ്വാസി. ഒരുപാട് കുടുംബങ്ങളിലുള്ളവരാ നമ്മൾ, പക്ഷെ നമ്മൾ ഒറ്റ ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ പ്രത്യേകത ഇദശ്തകാ മിൻഹു ഉളു, ഈ ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും അവസ്ഥയോ ഉണ്ടെങ്കിൽ ആ ശരീരം തദഅലഹു സായിറുൽ ജസദ്, ശരീരം മുഴുവൻ പനി പിടിച്ചുകൊണ്ട് ഈ ഒരു മുറിപറ്റിയ ഭാഗത്തിന് വേണ്ടി ഉറങ്ങാതെ നിൽക്കും. ഇതാ ശരീരം. ഈ ശരീരം പോലെയാണ് വിശ്വാസി സമൂഹം. പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, സാഹോദര്യത്തിൽ, കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ, അകറ്റൽ ഒന്നുമില്ല. അവിടെയെല്ലാം ചേർത്ത് പിടിക്കലാണ്. ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ അവസ്ഥകൾ ഈ വിശ്വാസത്തിന്റെ പകിട്ടാണ്.
പ്രവാചകന്റെ ഈ ചര്യയുടെ പകിട്ടാണ്. അതുള്ളവർക്ക് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ്, പേരിന് വിശ്വാസികളാണ്, ഒരുപാട് നമ്മുടെ വിശ്വാസമുണ്ടെന്ന ധൈര്യത്തിലാണ്. പക്ഷെ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അങ്ങനെ ആവാൻ പാടില്ല. ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, ഒരുപാട് സമൂഹത്തിന്റെ വെളിച്ചം നൽകാൻ, അവരെ സഹായിക്കാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ, ആതുരാലയങ്ങൾ, ഇങ്ങനെ പലതും. പക്ഷേ ആമിലത്തുൻ നാസിബ ആളുകളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. തസ്ലാ നാറൻ ഹാമിയ, നരകത്തിലെത്തിപ്പെടുന്ന ഘട്ടം ദുരന്തമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ ഈ ഇടപെടൽ, എന്റെ ഈ വിശ്വാസം, അതുകൊണ്ട് എനിക്ക് നേട്ടമുണ്ടാവണം. ആദ്യം അതാണ്. രണ്ടാമത് എന്റെ കുടുംബത്തിന് നേട്ടമുണ്ടാവണം. മൂന്നാമത് സമൂഹത്തിന് നേട്ടമുണ്ടാവണം. ഈ പ്രകൃതിക്ക് നേട്ടമുണ്ടാവണം. അതാണ് എന്റെ വിശ്വാസത്തിന്റെ പകിട്ട് എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, വഅഖീമു ശഹാദത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷികളാവണം, സാക്ഷികളായി നിലനിൽക്കണം. ദാലികും യുഅദു ബിഹി, നിങ്ങൾ ഉപദേശിക്കുന്ന അതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് ഈ രീതിയിൽ സ്ഥൈര്യമായി നിൽക്കുകയും സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്താൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അങ്ങനെ പടച്ച തമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു വഴി തുറന്നു തരും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്വന്തം ജീവിതത്തിലും ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികൾക്കും നമുക്കൊരു തുറവി പടച്ചോൻ തരുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതിനേക്കാളിലൊക്കെ അപ്പുറം നമ്മുടെ ഒരു മരണമുണ്ട്, അവസാനത്തെ യാത്ര. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. നമ്മൾ കൊതിക്കേണ്ട മരണം അതാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഒരുപാട് ത്യാഗം സഹിച്ച്, കഷ്ടപ്പാടുകൾ നിർവഹിച്ച്, ഒരുപാട് പ്രവർത്തിച്ച ആത്മാക്കളെ ഇങ്ങോട്ട് പോരൂ. ഇർജിഇ ഇലാ റബ്ബികി, അള്ളാന്റെ അടുത്തേക്ക് വാ, വരി, നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ. എന്നിട്ടോ ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, പടച്ചോൻ നിങ്ങളെ കൊണ്ടുവരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ടാണ്. നിങ്ങളെക്കുറിച്ച് നല്ല സംതൃപ്തവനാണ് പടച്ചോൻ. നിങ്ങളും പടച്ചോനെ കുറിച്ച് സംതൃപ്തിയിലായിരുന്നല്ലോ. അതുകൊണ്ട് ഫദ്ഖുലി ഫി ഇബാദി, അതുകൊണ്ട് നിങ്ങൾ എന്റെ അടിയാറുകളായ ആളുകൾ, പ്രവാചകന്മാർ, സ്വാലിഹികൾ, ശുഹദാക്കളൊക്കെ അടങ്ങിയിട്ടുള്ള സ്വർഗത്തിലേക്ക്, ഫദ്ഖുലി ജന്നതി, ആ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറയുന്ന ഒരു മടക്കം, ഒരു അന്ത്യം. ഇതാണ് ഈ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന, ഈ ആദർശത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ഈ ആദർശത്തിന് വേണ്ടി സംഘടനയിലും അത്തരത്തിലുള്ള സാരഥ്യം വഹിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ പോലെ ഘടകങ്ങളിലൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്ന, മക്കളെ ആ വഴിയിലേക്ക് കൊണ്ടുവരുന്ന, ആ വഴിയിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കൊക്കെ കിട്ടാനുള്ള ഏറ്റവും വലിയ നേട്ടം ഈ പര്യവസാനം നന്നാവും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയും. അതുകൊണ്ട് ആദർശനിഷ്ഠയോടെ, ആത്മാഭിമാനത്തോടെ ഈ ആദർശത്തിൽ മുന്നേറാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരുമിച്ച് കഴിയാനുള്ള സൗഭാഗ്യത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സർവശക്തനായ അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അർഹമുറാഹിമായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളൊക്കെയും. അല്ലാഹുവേ നിന്റെ സഹായം എല്ലാ സമയത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ മക്കൾ, ഇവർക്കൊക്കെയും സമാധാന ജീവിതം, അവരുടെ പഠനത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ മഈശത്തിൽ, അവരുടെ ആരോഗ്യത്തിലൊക്കെയും നീ ഖൈറും ബറക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സർവ്വ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അതനുസരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. അല്ലാഹു, രോഗികളായി കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്. ഈ നാട്ടിലും മറ്റുമൊക്കെയായി ഒരുപാട് ആളുകൾ രോഗം കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഉമ്മമാരെ കുറിച്ചും മറ്റുമൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെയും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ, സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങൾ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ഉമ്മമാർ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ, അവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. അല്ലാഹുവേ, ഓരോ മരണവും, ഓരോ വേർപാടുകളും ഓരോ കുടുംബത്തിനും ഓരോ സമൂഹത്തിനുമൊക്കെ ഉണ്ടാക്കുന്ന വിള്ളലുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിനക്കറിയാം. സർവശക്തനായ അല്ലാഹുവേ, അവരുടെയൊക്കെ മരണം നീ നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുന്ന മരണമാക്കി തീർക്കണം.
തീർക്കണമേ അല്ലാ. നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അല്ലാ. അല്ലാഹുവേ, ഈ വിശ്വാസമനുസരിച്ച് അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാം.